അപ്പോൾ എല്ലാം മോളെ ഇത്തിരി നാളായി വന്നിട്ട് അപ്പോൾ നമ്മുടെ പറമ്പിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കൃഷിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് കാണാൻ കരുതി എൽനയും മെറിനും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം ഒന്ന് കറങ്ങിയൊക്കെ കാണാം. അതെ അതെ. മെറിന് ഇത്തിരി നാളായില്ലേ വന്നിട്ടൊന്നും എന്തോ എല്ലാവരുടെയും പറയാനുള്ളത്? വളരെ സന്തോഷം. കുറെ നാളായി വീടിനകത്തൊക്കെ വന്നിട്ട്. അപ്പൊ എല്ലാം മോള് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാവയൊക്കെ ആയപ്പോഴത്തേ പിന്നെ അങ്ങ് മടിയായില്ലേ? എല്ലാം മോള് ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങി. ഭയങ്കര സന്തോഷം നമ്മുടെ വീട് മാറ്റി കൂടെ ഒക്കെ നടക്കാനായിട്ട്. നമുക്ക് ചെടിയും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോളെ ഇത് കണ്ടോ? അമ്മച്ചൊരു മുളക് നിൽക്കുന്നുണ്ടോ? എല്ലാം മോളെ ഇത് കണ്ടോ? ഇത് നോക്കിക്കേ. ഓ നമ്മുടെ ചുന്ദരി മുളക് നിൽക്കുന്ന കണ്ടോ? ഇത് കണ്ടോ മുളക് കണ്ടോ? അണ്ട റെഡ് കളറിൽ നിൽക്കുന്ന മോള് കണ്ടോ? മുളയോ വേണ്ട വേണ്ട എരി എരി അയ്യോ വേണ്ട വേണ്ട വേണ്ട. അമ്മച്ചിയുടെ മുളകൊക്കെ കണ്ടോ? അമ്മച്ചിയുടെ മുളകൊക്കെ നിൽക്കുന്ന കണ്ടോ? ആ മോളും ഇതേപോലെ പോയി നടണം കേട്ടോ. നമുക്ക് പൂ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഡ്രാഗനൊക്കെ വളർന്നോ മരുന്നേ? ടയറിന്റെ മണ്ടേ കയറിയുണ്ടോ? അടിപൊളിയായി. എന്നത്തേക്ക് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ തിന്നാൻ പറ്റും? നമുക്ക് അടുത്ത ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് പറിക്കായിരിക്കും, ദൈവം അനുവദിച്ചാല്. അവിടെ ഇതൊക്കെ അങ്ങ് ടയറിന്റെ ഒപ്പം തലമണ്ട വരെ കയറി കേട്ടോ. നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം എത്ര പ്രാവശ്യം പോച്ച പറിച്ചെന്നറിയാമോ? പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പുല്ല് കയറി വരുക. നമ്മുടെ വെള്ള ഒരു കാന്താരിയാണ്, മുല്ലമൊട്ട്. രോഗാനകത്ത് ഇവിടെ കൊണ്ടുവച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണാനും അവരോടൊന്ന് വർത്താനം പറയാനും ഒക്കെ ഇങ്ങനെ കൊണ്ട് രോഗായ ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ട് കായൊന്നും പിടിച്ചു തുടങ്ങിയില്ല, പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മമ്മി വന്ന് നട്ട് തന്നതൊക്കെ എല്ലാം കായൊക്കെ ആയി. നമ്മുടെ മുളക് പിച്ചി, പയറ് പിച്ചി, അടിപൊളി വെണ്ടയ്ക്ക പിച്ചി. പിന്നെ വല്ല നട്ടോ? പിന്നൊന്നും നട്ടില്ല. ഇതാണ്ട് വേറെ തരത്തിലുള്ള വഴുതനങ്ങയാണ്. ഇത് കണ്ടേ മുള്ളുണ്ട്, അവളതിൽ പിടിക്കും. വേണ്ട നമ്മള് വഴുതനങ്ങ ആട്ടോ. അമ്മ വേറെ കാണിച്ചു തരാം. കൊച്ചിന് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ നടക്കാൻ. ഇപ്പൊ നടക്കാനൂടെ പഠിച്ചുകൊണ്ട് സ്വന്തമായിട്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്. എൻ്റെ മോളെ അമ്മച്ചിയുടെ വേറൊരു മുളകാണ്, പച്ചക്കറി മുളക്. മോളെ ഇത് നോക്കിക്കേ. എല്ലാം മോളെ ഇത് കണ്ടോ? അമ്മച്ചിയുടെ മുളക് കണ്ടോ? കണ്ടോ കണ്ടോ? പൂപ്പിച്ചെന്നേ വേണ്ട, പൂവൊക്കെ പിടിച്ച് വരുന്നുണ്ട് കണ്ടോ? കൈകൊട്ടേക്കേ കൈകൊട്ടേക്കേ. അയ്യോ നോക്കല്ലേ, തിരിച്ചെടുത്ത്. അയ്യോ 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 അടിക്കല്ലേ അടിക്കല്ലേ, അമ്മച്ചിയുടെ കൊച്ചുങ്ങളാന്നേ അതല്ല. അമ്മച്ചി വേറൊരു സൂത്രം കാണിച്ചു തരാം. അത് കണ്ടോ? അമ്മച്ചിയുടെ വഴുതനയില് വഴുതനങ്ങ പിടിച്ചോ? കണ്ടോ കണ്ടോ കണ്ടോ? വഴുതനങ്ങ കണ്ടോ? ഇത് കാണണോ? ദാണ്ടേ ദാണ്ടേടി എല്ലാം നമ്മള് ദാണ്ടേ വേണ്ട വഴുതനങ്ങ. ഇത് നോക്കിയാ വഴുതനങ്ങ. വഴുതനങ്ങ എന്താ ഉള്ളത്? വഴുതനങ്ങ. എന്താ മോളെ ഇത്? എന്തോ ഇത്? വഴുതനങ്ങ. കൊച്ചുങ്ങളൊക്കെ നാട്ടിൻ പുറത്തൊക്കെ വളരുമ്പോ ഉണ്ടല്ലോ എവിടാ പൂ, എന്ത് രസാ. പൂ പൂ വേണോ? കാട്ടിലോട്ട് കൊണ്ടുവരണ്ട. പൂവ് കിട്ടിയല്ലോ. നമ്മളെ വീട് മാറ്റിട്ടതിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ വാക്കിങ്ങിനൊക്കെ രാവിലെ ഞങ്ങളിങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകാറുണ്ട്. പിന്നെ അഥവാ ഈ നമ്മളെത്ര തന്നെ ചെയ്താലും പുല്ല് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കും. നമ്മുടെ അയ്യത്തൊക്കെ ഒന്ന് പോയി കണ്ടാലോ എല്ലാം മോളെ. എന്ത് സന്തോഷം നോക്കിക്കേ പോകാൻ. അയ്യോ അയ്യോ അയ്യോ. ഇത് കണ്ടോ അമ്മച്ചി നട്ടുപിടിപ്പിച്ചേക്കുന്ന വെണ്ടച്ച കണ്ടോ? ദണ്ട വെണ്ടയ്ക്ക പിടിച്ചേക്കുന്ന കണ്ടോ? പൂ വരുന്ന കണ്ടോ? വെണ്ടയ്ക്ക മോൾ വിളിച്ചിട്ടുണ്ട് എപ്പോഴാണ്ട് വെണ്ടച്ച കണ്ടോ? ആ കൊച്ചൊന്ന് പിടിച്ചോട്ടെ, ഒന്ന് പിടിച്ചോട്ടെ. ഒന്ന് പിടിച്ചോ. വെണ്ടയ്ക്ക മതി, പോയിക്കോ. എന്തോ മോളെ ഇത്? വെണ്ടച്ചോ. അമ്മച്ചോട് ബന്ധിച്ചെടി കണ്ടോ മോള്? അമ്മച്ചോട് ബന്ധിച്ചെടി വളർന്നു വരുന്ന കണ്ടോ?
പൂ പിച്ചാറായില്ല മോക്ക്. ഇനി മോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ബന്ദിയുടെ പൂവൊക്കെ പിച്ചാം. ചെടിയൊക്കെ മോക്ക് ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ട് അപ്പച്ചൻ വാടാമല്ലി പിടിച്ചോണ്ട് വരുന്നത്. അതുകൊണ്ടൊരു പൂ പിടിച്ചോണ്ട് വരുന്നു. അതുകൊണ്ട് പൂ 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 എന്നാ പൂ അപ്പച്ചനെ മേടിച്ചേ പൂ. കിട്ടി. ഇനി കയറ്, നമുക്ക് നടക്കാം. ഇനി അപ്പച്ചൻ്റെ കൂടെ യാത്ര പോവുകയാണേ. അവിടെ എല്ലാം ഓരോന്ന് കിടപ്പുണ്ടേ, കരിയിലൊക്കെ കിടപ്പുണ്ട്. അപ്പുറത്തെ പറമ്പിൽ നിന്ന് കരിയിലൊക്കെ ഇങ്ങോട്ട് വീഴുന്നുണ്ട്. നമ്മുടെ ഈ എന്താണ് ഈ PVC പൈപ്പിനകത്ത് നമ്മുടെ കുരുമുളകാണ് വളർത്തിയിരിക്കുന്നത്. പടർന്ന് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. മോളെ എല്ലാം ഹായ്, കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന്? അമ്മയ്ക്ക് പൂ തരുമോ സുറ്റു? മമ്മിക്ക് കൊടുക്കുമോ അത് പൂവ്? കൊടുത്തില്ലയോ? എല്ലോ എവിടെ പോ? പൂ എല്ലക്കുട്ടിന് എവിടെ പോവാ? എല്ലയ്ക്ക് നമ്മുടെ ഗാർഡനിലോട്ടൊക്കെ വന്നപ്പോ അങ്ങ് സന്തോഷമായി ഇല്ലയോ? അതെ. അപ്പച്ചന്റെ കൈ പിടിച്ചേ, അപ്പച്ചന്റെ കൈ പിടിക്ക് വാക്കിങ്ങിന് പോകാനായിട്ട്. അത് ഉറുമ്പ് പോട്ടെ, ഉറുമ്പൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മുടെ കപ്പയൊക്കെ ഉണ്ടല്ലോ, പറിക്കാറൊക്കെ ആയിട്ടുണ്ട് കുറേയൊക്കെ. ഇപ്പം പറിച്ചും കൊണ്ട് പുഴുങ്ങി കഴിക്കാൻ നല്ല സൂപ്പർ കേട്ടോ. പിന്നെ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് കപ്പ ചിപ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതും നല്ല രസമാണ് വറുത്തൊക്കെ കഴിക്കാനേ. അമ്മേ അപ്പച്ച തറയെ നോക്കി നടക്കണേ. ഇനി നമുക്കേ വേറെ സാധനങ്ങളൊക്കെ കാണുണ്ടായോ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചേനയുണ്ട്, അതേപോലെ തന്നെ തൊട്ട് പുറകിലോട്ട് നമ്മുടെ നീല ചേമ്പ്, അതുപോലെ സാദാ ചേമ്പ്, ഇങ്ങനെ ഉള്ളതിൻ്റെയൊക്കെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം എല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് അതൊന്നും കൂടെ ഒന്ന് പരണ്ടി അടുപ്പിക്കാന്നുണ്ടെങ്കിൽ, നമ്മുടെ ചേമ്പിനൊക്കെ സ്വല്പം ചാരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടുപ്പിക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിത്തൊക്കെ പൊട്ടുന്ന സമയമാണ് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ചാരമൊക്കെ ഇട്ട് അടുപ്പിക്കുമ്പോഴും നല്ല ഇഷ്ടം പോലെ വിത്തുകൾ, കഴിഞ്ഞ പ്രാവശ്യം നീലച്ചെമ്പൊക്കെ ഇഷ്ടം പോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പറമ്പിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ മഞ്ഞപ്പൂക്കളും നമ്മുടെ ബന്ദിപ്പൂക്കളും ഒക്കെ നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ബന്ദിക്കകത്തൊക്കെ മുട്ടൊക്കെ വരാനായിട്ട് തുടങ്ങി. ഓണമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നന്നായിട്ട് പൂവൊക്കെ പിടിച്ചോളും. മോക്ക് ബന്ദിപ്പൂവൊക്കെ പിടിച്ചിട്ടുണ്ടായോ? അത്തപ്പൂഴുണ്ടേ മോക്ക് ഓണത്തിന്? കുഞ്ഞിന് അത്തപ്പൂഴണോ? അമ്മച്ചിയുടെ പറമ്പ് കൊള്ളാമോ? അമ്മച്ചിയുടെ കൃഷി കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു? സൂപ്പറായിരുന്നു, സൂപ്പർ. അപ്പോഴേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു മുള്ളാത്ത ഉണ്ടായിരുന്നു കേട്ടോ. മുള്ളാത്തയിലോട്ട് ഒരു കുമ്പളം അങ്ങോട്ട് പടർന്ന് കയറി പോയിട്ട് അതിനകത്ത് 2-3 കായൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നിൽക്കുന്നുണ്ടോ? കുമ്പളങ്ങയൊക്കെ പിടിച്ചു. കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ടോ? അതിൻ്റെ പിഞ്ച് താഴെയുണ്ട്. അതിൻ്റെ വെയിറ്റും കൊണ്ട് നമ്മുടെ മുള്ളാത്ത എല്ലാം ചരിഞ്ഞിഞ്ഞ് പോരുന്നു. മുള്ളാത്തയും പിടിക്കുന്നു ഇപ്പോൾ ഇല്ലയോ? അനങ്ങാതെ നിന്ന മുള്ളാത്തയായിരുന്നു. അപ്പോൾ അതിനകത്ത് കുഞ്ഞു മുള്ളാത്തയൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ PVC പൈപ്പിനകത്ത് കുരുമുളക് നട്ടൊക്കെ കണ്ടോ? ആദ്യം നട്ടതൊക്കെ നന്നായിട്ട് പടർന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് കയറൊക്കെ കെട്ടിക്കൊടുത്തത് കൊണ്ടേ നന്നായിട്ട് പോകുന്നുണ്ട്. തൊട്ടിപ്പുറത്തോട്ട് ഇങ്ങനെ അരുവതോറും ഇങ്ങനെ നമ്മുടെ കോസ്മോസ് ചെടി നട്ടേക്കാണ്. അപ്പം അതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുക. മോള് കണ്ടോ ഇങ്ങനെ പൂ നിൽക്കുന്നേ? കണ്ടോ മറ്റേ പൂച്ചെടികൾ കണ്ടോ? അരുവതോറും നട്ടേക്ക്. അത് മതി, കൂടുതൽ വേണ്ട, അവിടെ എന്നോട്ടെ. പൂ പിച്ച് കളയാതെ മോളെ. മഞ്ഞപ്പൂ എന്താ മോളെ എൻ്റെ നിറം? യെല്ലോ. വേറെ ഏതോ ലോകത്തിരിക്കുകയല്ലേ ഇപ്പം. പൂ വേണോ മൂക്കിന്? പൂ അമ്മച്ചിയുടെ എള്ള് നിൽക്കുന്നുണ്ടോ മോളെ? എള്ള് അമ്മച്ചി ഇവിടെ പിടിപ്പിച്ചേക്കുന്ന എള്ള് കണ്ടോ? ഇഷ്ടം പോലെ പിടിച്ചേക്കുന്നടി മോളെ എള്ള്. മോക്ക് ഇനി വരുമ്പോഴത്തേക്ക് അമ്മച്ചി ഇതേ എള്ളുണ്ടാക്കി തരാം കേട്ടാ. നമ്മുടെ ഇഷ്ടം പോലെ എള്ള് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൃഷിഭവനിൽ നിന്നുണ്ടല്ലോ, നമ്മുടെ വിളകളുടെയൊക്കെ ഇടയ്ക്ക്, തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഇടാനായിട്ട് നമുക്ക് വാരി വിതറാനായിട്ട് കുറച്ച് വിത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു.
കൊച്ചു ചെറിയ വിത്തുകളും വലിയ വിത്തുകളും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് കണ്ട കുറേ നല്ല എള്ള് ഇവിടെ കിളിച്ച് വന്നിട്ടുണ്ട്. വേറൊരു സാധനം കൂടെ കിളിച്ച് വന്നിട്ടുണ്ട്. അത് നമ്മുടെ എന്താണ് കിളിക്ക് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടെ ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ എള്ളൊക്കെ പരുവാകും. ഇപ്പോൾ നല്ല പച്ച കളറാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എടുത്ത് നോക്കിയിട്ട് ഒന്നും ആയിട്ടില്ല, പരുവായിട്ടില്ല. കുറേ കൂടെ കഴിയും. വെയിലൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ അത് മൂത്ത് നമുക്ക് ഉണങ്ങി കിട്ടത്തുള്ളൂ. എന്തായാലും അതിനെ നമുക്കൊരു ഫലവത്താക്കി എടുക്കണം. അപ്പം നമ്മുടെ പറമ്പിൽ ഇതെല്ലാം പിടിക്കും ഇല്ലേ, എള്ളും പിടിക്കും, ശീതകാല പച്ചക്കറികളും പിടിക്കും. എല്ലാം നമ്മൾ ഒന്ന് കെയർ കൊടുക്കാന്നുണ്ടെങ്കിൽ എല്ലാം വന്നോളും. ഞാൻ ഇപ്രാവശ്യം കുറേ വെണ്ടകൾ നട്ടിട്ടുണ്ട്. പല ടൈപ്പിലെ വെണ്ടകൾ, ഒരു 9 ടൈപ്പ് വെണ്ടകൾ നട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം, വെണ്ടയ്ക്ക പച്ചടി, വെണ്ടയ്ക്ക തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ഇങ്ങനെ പല ടൈപ്പിലുള്ളതായി വെണ്ടയ്ക്കകൾ നട്ടിരിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ തന്നെ കുറേ വെറൈറ്റികളുണ്ട്. അത് നമുക്ക് നട്ട് നോക്കണ്ടേ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോന്നിങ്ങനെ മാറി മാറി, ഇപ്രാവശ്യം വെണ്ടയ്ക്ക, അടുത്ത പ്രാവശ്യം പയർ. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ മുളക് നട്ടിട്ടുണ്ട്. 4 വശവും നമ്മൾ ബന്ദി നട്ടിട്ട് അതിന് നടുക്കായിട്ടാണ് നമ്മളിതൊക്കെ നട്ടേക്കുന്നത്. അപ്പോൾ ഒരു രസമല്ല. അപ്പോൾ ഇതിനകത്ത് അത് ഊരുവെണ്ട. ആ എന്തൊരു ഊരുവെണ്ട അപ്പേ? മംഗലാപുരം ഊരുവെണ്ട. അതേപോലെ അത് റെഡ് ആനക്കൊമ്പൻ വെണ്ട, ആനക്കൊമ്പൻ വെണ്ട, പച്ച ആനക്കൊമ്പൻ വെണ്ടയുണ്ട്, വെള്ള ആനക്കൊമ്പൻ വെണ്ടയുണ്ട്, സാമ്രാട്ടുണ്ട്, അർക്ക അനാമികയുണ്ട്, അഞ്ചിത വെണ്ടയുണ്ട്, അങ്ങനെ പിന്നെ മരവെണ്ടയുണ്ട്. അങ്ങനെ കുറേ വെണ്ടകളുണ്ട്. പേര് പഠിക്കാൻ തന്നെ വേണമല്ലേ? അതെ, ഓർത്തോർത്ത് ഇരുന്ന് ഇങ്ങനെ പഠിക്കാൻ ഇച്ചിരി പാടാണ് അതൊക്കെ. പിന്നെ അപ്പുറത്തോട്ട് നമ്മുടെ ചോളം, റെയിൻബോ ചോളം കണ്ട വളർന്നു വരുന്നത്. അത് നല്ല സൂപ്പറായിട്ട് വളർന്നു വരുന്നു. എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതന്നെ ജോലി ഈ മനുഷ്യന്. അപ്പം നമ്മുടെ കുറേ നാളായ വഴുതന കണ്ടോ, അതും ഇഷ്ടം പോലെ അവിടെ പിടിച്ചു നിൽപ്പുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു 1.5-2 വർഷത്തോളം ആവാൻ തോന്നുന്നു. വഴുതനയെന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയല്ലേ, പക്ഷെ നല്ലതാണ് മെഴുക്ക് വരട്ടാനും സാമ്പാർ വരട്ടാനും. എവിടെ കണ്ടോ കുമ്പളങ്ങ കുറെ പിടിച്ചായിരുന്നു, അത് കൊഴിഞ്ഞങ്ങ് പോകും. അത് മോള് കണ്ടോ കുമ്പളങ്ങ കണ്ടോടി, കുഞ്ഞു കുമ്പളങ്ങ കണ്ടോ? ഇത് കണ്ടോ കുമ്പളങ്ങ കണ്ടോ? കുമ്പളങ്ങ കണ്ടോ? ഇത് കണ്ടോ കുമ്പളങ്ങ? എല്ലാം മോടെ അത്രയേ ഉള്ളതാണ്ട് ഒരു കുമ്പളങ്ങ കണ്ടോ? എല്ലാം അത്രയുള്ള കുമ്പളങ്ങ. ആ അമ്മ മോക്ക് തരാം, പച്ചടി വെച്ച് തരാം കേട്ടോ. ഇക്കിള് വിടുന്നു വളരാനാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, കാഴ്ചകളും ഒക്കെ. ഇനിയും കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. തീർക്കണ്ടേ ഇനിയും കാണണോ? അമ്മ ഇനിയും വേണമെന്ന്. നമുക്ക് വീട്ടിൽ പോണ്ടായോ? കൊതു കുത്തത്തില്ലേ കുഞ്ഞിനെ? അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓളും പറയൊക്കെ പറ എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് ഇനി എല്ലാ മോളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇല്ലേ മോളെ? വരത്തില്ലയോ? എല്ലാവർക്കും ടാറ്റ പഞ്ഞ. എല്ലാവർക്കും ടാറ്റ പറ. ഫ്ലൈങ് കിസ്സും കൊടുത്തേ. അങ്ങോട്ട് കൊടുക്ക, എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുക്ക. ടാറ്റ പറഞ്ഞേ, ടാറ്റ. എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. അമ്മച്ചി എടുത്ത് വരണോ? അമ്മച്ചി എടുത്ത് വന്ന ടാറ്റ കൊടുക്കുവോ? അബ്ബാ ഉള്ളവന്നില്ല. ബൈ.